ഫ്രണ്ട്സ്, എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പുത്തൻ പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആനന്ദിന്റെ കല്യാണം നമ്മുടെ ഉദയഭാനുവിന്റെ മകളായിട്ടോ തീരുമാനിച്ചുറപ്പിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബാലനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനായിട്ട് കണ്ടെത്തിയ ആദ്യത്തെ മരുമകളാണ്, മറ്റേത് രണ്ടും ഓടി വന്ന് കെട്ടിയതാണല്ലോ. അപ്പൊ ബാലന് ഭയങ്കര അഹങ്കാരം കേട്ടോ, ഇത് ഞാൻ കണ്ടെത്തിയ മരുമകളാണ്, ഭയങ്കര വലിയ പെണ്ണാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട്, ഡബിൾ എം എ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലൻ. അപ്പൊ നമ്മുടെ ദേവമംഗലത്തും എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. നമ്മുടെ ആനന്ദിന്റെ കല്യാണമാണല്ലോ നടക്കാൻ പോകുന്നത്. ആനന്ദിന് ഇനി കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ആനന്ദ് ഇപ്പോൾ അച്ഛൻ്റെ ഒരു എന്താ പറയാ ആഗ്രഹത്തിൽ സമ്മതം മൂളിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ചോളാം, പെണ്ണിനെ കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ സമ്മതം മൂളിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു വിവാഹ നിശ്ചയ ചടങ്ങാട്ടോ ഇനി നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗോമതിക്ക് ആകെ ഒരു വിഷമം, അയ്യോ ആര്യനെ വിളിച്ചില്ലല്ലോ, ആര്യനില്ലാതെ എന്ത് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, അവൻ അറിഞ്ഞിട്ട് വരണമെങ്കിൽ വരട്ടെ, ഞാനായിട്ട് വന്ന് അവൻ ഈ ഒരു പരിപാടി കൂടില്ല, ഈ ഒരു ചടങ്ങ് കൂടില്ല എന്ന് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്. അപ്പൊ ബാലൻ ഇപ്പോഴും വാശിയിലാട്ടോ, ഞാനായിട്ട് വിളിക്കില്ല, അപ്പം വേണമെങ്കിൽ വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബാലൻ കേട്ടോ. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയെ കോളേജിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ മിത്ര അവിടെ ഇല്ല. മിത്ര കൂട്ടുകാരത്ത് പറയണമെന്ന് മിത്ര നേരത്തെ പോയിന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആര്യനാണെങ്കിൽ മിത്രയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, മിത്ര എവിടെ പോയെന്ന് അറിയത്തുമില്ല. ഇനി നമ്മുടെ മിഥുൻ എങ്ങാനും കൊണ്ടുപോയതാണോ, മിത്ര എവിടെ പോയി എന്നുള്ളൊരു എന്താ പറയുക ആകപ്പാടെ പേടിയിൽ നമ്മുടെ ആര്യൻ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടുന്ന രംഗങ്ങളും നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അച്യുതൻ നമ്മുടെ കൃഷ്ണമംഗലത്ത് പോയി ആഘോഷിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവള് മീനാക്ഷിയുടെ ഓഫീസ് പൂട്ടി, അവൾക്ക് ഇനി ഓഫീസിൽ പണിയില്ല, അവൾക്ക് ഇനി ഓഫീസിൽ കയറാനേ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ദേവമംഗലത്ത് നമ്മുടെ മീനാക്ഷി ഭയങ്കര സങ്കടത്തിലും കലിപ്പിലും വന്ന് കയറി ആ ഒരു മുറിയെ കടച്ചിട്ടിരിക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം അച്യുതൻ എന്തൊക്കെയോ പണി നമ്മുടെ മീനാക്ഷിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ കൈക്കൂലി കേസിൽ അകത്താക്കിയതായിരിക്കാം, അങ്ങനെ മീനാക്ഷി പുറത്തായതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫയലിൽ തിരിമറി നമ്മുടെ അച്യുതൻ അവിടെ നടത്തി നമ്മുടെ മീനാക്ഷിയെ മനഃപൂർവ്വം അവിടെ നിന്നും പുറത്താക്കിയതായിരിക്കാം അല്ലേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മിത്ര എവിടെ പോയി, നമ്മുടെ ആരും കുറേയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ മിത്ര ഇനി മിഥുൻ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.